ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററായ മലയാളമാണ്. ബികോംകാരൻ്റെ മലയാളമാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ബുക്കിൻ്റെ പേര് മലയാള സാഹിത്യ വിചാരമാണ്. അപ്പോൾ ഞാൻ ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററായ ബുക്കിൻ്റെ സിലബസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ സിലബസൊക്കെ മാറി ഇപ്പം പുതിയ സിലബസാണ്. 4 ഇയർ ഡിഗ്രി ഒക്കെ ആണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് ആയിക്കാണ്ട് ഓരോ പാഠങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതിൻ്റെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസിൽ തുടങ്ങാം. ഇനി നമുക്ക് സിലബസ് എന്താണ് നല്ല ഡീപ്പിൽ നമുക്ക് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളാണ് അനുഭവവാജ്ഞാനങ്ങൾ. അനുഭവവാജ്ഞാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഇൻസ്പിറേഷൻ, നമ്മുടെ ഓരോ ആൾക്കാരുടെ ലൈഫിൽ നടന്ന ഇൻസ്പിറേഷൻ കാര്യങ്ങൾ, അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഒക്കെയാണ് അനുഭവവാജ്ഞാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയാൻ ജീവചരിത്രം, അതേപോലെ തന്നെ ഓട്ടോബയോഗ്രാഫി, പിന്നെ ഡയറി, ലെറ്റർ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഓരോ പാഠം വൈസ് നമുക്ക് നോക്കാം. അനുഭവവാജ്ഞാനങ്ങൾ സാമാന്യ അവലോകനം, ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസ്. അപ്പോൾ ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസിൻ്റെ ഒരു ചെറു ലേഖനമാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവജ്ഞാനങ്ങൾ എന്താ എന്നതിനെ പറ്റി. അതേപോലെ തന്നെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് എന്നെ പാണൻ എന്ന് വിളിക്കരുത്, എം കുഞ്ഞാമൻ. ഇതൊരു ആത്മകഥയാണ്. കുഞ്ഞാമൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു ആത്മകഥയാണ്. അപ്പോൾ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ കഥ. ഇതൊക്കെ നമുക്ക് വിശദമായി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ സഞ്ചാര സാഹിത്യം ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസ്. അപ്പം ഇതിൽ സഞ്ചാര സാഹിത്യത്തിൽ പറയുന്നത് ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസ് പറയുന്നത് എന്താണ് സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. പിന്നെ തീർത്ഥാടന യാത്ര, ഇതൊരു സഞ്ചാര സാഹിത്യമാണ്. അപ്പോൾ DKS ജോർജിൻ്റെ ഒരു തീർത്ഥയാത്രയാണ്. യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇനി ONV കുറുപ്പുമായുള്ള അഭിമുഖമാണ് അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത്. അക്ബർ കാട്ടിൽ. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ, അപ്പം അനുഭവജ്ഞാനങ്ങളിൽ വരുന്ന ലാസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സഹകാരിയായ അത് ഒരു ജീവിതാഹ്വാനമാണ്. അതായത് ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്താ നോക്കാം. അപ്പം കഥാസാഹിത്യമാണ് രണ്ടാമത്തെ മൊഡ്യൂള്. അപ്പോൾ ചെറുകഥ മലയാളത്തിൽ. അപ്പോൾ ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസ്. അപ്പോൾ എന്താണ് ചെറുകഥ, മലയാളത്തിൽ ചെറുകഥ എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങളൊക്കെ എലിസബത്ത് അപ്പം വർഗീസ് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷിക്കാരൻ, അപ്പോൾ തക്കായി ശിവശങ്കര പിള്ള, ഇതൊരു ചെറുകഥയാണ്. പിന്നെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, KR മീരയുടെ ഒരു ചെറുകഥയാണ്. ഇനി രണ്ടാമത്തെ നോവലിൽ വരുന്ന അവസാനത്തെ പാഠം എന്ന് പറഞ്ഞ മലയാളം നോവൽ ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസാണ്. ഇത് നോവൽ എന്താണ്, ഇതിൻ്റെ ഉത്ഭവം എന്താണ്, കാര്യങ്ങളൊക്കെ ജിഷ എലിസബത്ത് വർഗീസ് വിശദീകരിച്ച് പറയുന്നതാണ് കേട്ടോ. അതൊരു ലേഖനമാണ്. പിന്നെ അതേപോലെ ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കവിതകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പാഠം എന്ന് പറഞ്ഞാൽ മലയാള കവിത ചരിത്രവും വർത്തമാനവും. ഇതും ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസ് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കവിത, അതിന് ചരിത്രം എന്താ, കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അതിൽ തന്നെ വരുന്ന കവിതകൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണഗാഥ, ചെറുശ്ശേരി, വിവാഹ സമ്മാനം, ഇടശ്ശേരി, കൗസല്യ, വിജയലക്ഷ്മി, ഈ 3 കവിതകളാണ് പ്രധാനമായിക്കാണ്ട് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഇനി അവസാനത്തെ നാലാമത്തെ മൊഡ്യൂളാണ് പറയാൻ പോകുന്നത്. ദൃശ്യകലാ സാഹിത്യമാണ് നാലാമത്തെ മൊഡ്യൂള്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പാഠഭാഗം നോക്കാം. ദൃശ്യകലാ സാഹിത്യത്തെക്കുറിച്ച് രചിച്ചിരിക്കുകയാണ് ഡോക്ടർ ജിഷ എലിസബത്ത് വർഗീസ്. അതിൽ രണ്ടാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ മത്സ്യഗന്ധികൾ ആണ്. അത് സജിത മഠത്തിലാണ്. അതൊരു നാടകമാണ്. പിന്നെ ചലച്ചിത്ര ഗാന ചരിത്രം ഡോക്ടർ VR സുധീഷ്, ഇതൊരു സിനിമയാണ്. പിന്നെ അതിനെ പറ്റിയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ മലർക്കൊടി പോലെ ശ്രീകുമാർ തമ്പി, അതൊരു പഠനമാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരു പഠനമാണ്. ഡോക്ടർ VR സുധീഷാണ്. പിന്നെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ONV കുറിപ്പിൻ്റെ, അതും ഒരു പഠനമാണ്, ഡോക്ടർ VR സുധീഷിൻ്റെ. പിന്നെ ആലം ഉടയോൻ്റെ അരുളപ്പാടി 4, മുഹയുദ്ദീൻ പാരാരി, അപ്പം അതും രാം മോഹൻ പാലിയത്തിൻ്റെ പഠനമാണ്. അപ്പോൾ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത്
വേറെ ആൾക്കാര് ഇപ്പം സിനിമയിൽ ചിത്രീകരിച്ച കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പഠന രൂപത്തിൽ പറയുന്നതിനാണ് ഇവിടെ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സിലബസിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഓരോ പാഠങ്ങളും നമുക്ക് ഡീറ്റെയിൽസ് ആയിക്കാണ് നമുക്ക് നോക്കാം.